ബി.ജെ.പി. പാളയത്തിൽ കസേര ഉറപ്പിച്ച് തരൂർ. ഒപ്പം മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള സ്വതന്ത്ര എം.പിയും. ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെ തരൂർ ബി.ജെ.പിയിലേക്ക് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ശശി തരൂരിനൊപ്പം മറ്റൊരു UDF എംപിക്ക് വേണ്ടി കൂടി ബി.ജെ.പി. വല വീശിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ശശി തരൂരിന് വിദേശകാര്യ വകുപ്പ് തന്നെ നൽകി സ്വീകരിക്കാനാണ് ബി.ജെ.പി. തയ്യാറാകുന്നത്. എന്നാൽ UDF-ൽ നിന്നും വരുന്ന രണ്ടാമത്തെ എംപിക്ക് സഹമന്ത്രി സ്ഥാനമാകും നൽകുക. അതോടുകൂടി നായർ ക്രിസ്ത്യൻ സമുദായത്തിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമാകും. മധ്യ കേരളത്തിലും തലസ്ഥാന നഗരിയിലും ബി.ജെ.പിക്ക് എംപിമാർ ആവുന്നതിന്റെ സന്തോഷത്തിലാണ് ബി.ജെ.പി. അമിത്ഷാ നേരിട്ടാണ് ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നത്. ഇതിനു മുന്നോടിയായി ഈ രണ്ട് നേതാക്കളും വിവിധ മത നേതാക്കളെ കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട്. UDF സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച നേതാവിന് വിപ്പ് ബാധകമല്ല. അതുകൊണ്ട് തന്നെ MP സ്ഥാനം രാജിവെക്കേണ്ടതില്ല. എന്നാൽ ശശി തരൂർ MP സ്ഥാനം രാജിവെക്കും. കേന്ദ്രമന്ത്രി ആവുന്നതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ ഉന്നത അധികാര സമിതി അംഗം കൂടിയായി അദ്ദേഹം മാറും. 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരാവും ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. മോദി സർക്കാരിനെ ഇടയ്ക്കിടെ പുകഴ്ത്തി ശശി തരൂർ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്നത് കേന്ദ്രം വാഗ്ദാനം ചെയ്ത ഉന്നത പദവിയുടെ ബലത്തിലാണെന്ന അഭ്യൂഹം ശക്തമാണ്. UN-ൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന തരൂർ വീണ്ടും ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ തലപ്പത്തെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സെപ്റ്റംബറിൽ ഒഴിവ് വരുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ചെയർമാൻ പോലൊരു നിയമനത്തിന് തരൂരിന് വേണ്ടി ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയ്ക്കായി ശ്രമിക്കാമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് തരൂർ 2006-ൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. 2026-ൽ കാലാവധി കഴിയുന്ന ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ പിൻഗാമി UN ധാരണ പ്രകാരം ലാറ്റിൻ അമേരിക്കയിൽ നിന്നാകും. അത് കഴിഞ്ഞ് ആഫ്രിക്കൻ പ്രാതിനിധ്യമാണ്. ഏഷ്യയ്ക്ക് 2045-ൽ മാത്രമാണ് ഇനി അവസരം ലഭിക്കുക. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ നിലപാടുകൾ വിശദീകരിക്കാൻ ശശി തരൂർ നയിക്കുന്ന സർവകക്ഷി സംഘം ശനിയാഴ്ച ഗയാന തലസ്ഥാനമായ ജോർജ് ടൗണിലേക്ക് പുറപ്പെട്ടു. സംഘങ്ങൾക്ക് വെള്ളിയാഴ്ച വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ ബ്രീഫിംഗ് നൽകും. ജോർജ് ടൗണിൽ നിന്ന് പനാമ, കൊളംബിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങളിലേക്കും പോകും. ബിഗ് മെമ്മോറിയൽ ദിനാഘോഷം പ്രമാണിച്ച് ജൂൺ 2 വരെ US കോൺഗ്രസിന് അവധിയായതിനാൽ US യാത്ര മാറ്റിയിരിക്കുകയാണ്. കോൺഗ്രസ് നൽകിയ പേരുകൾ വെട്ടിയാണ് കേന്ദ്രം തരൂരിനെ സംഘത്തലവനാക്കിയത്. കോൺഗ്രസിന് ഇത് അംഗീകരിക്കുകയല്ലാതെ മറ്റ് വഴികളുണ്ടായിരുന്നില്ല. എതിർത്താൽ രാജ്യവിരുദ്ധരെന്ന് ബി.ജെ.പി. മുദ്രകുത്തും. കേന്ദ്ര സർക്കാർ ക്ഷണം കോൺഗ്രസിനെ മറികടന്ന് തരൂർ സ്വീകരിച്ചത് ഭാവി മുന്നിൽ കണ്ടാണ്. 2029-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതും രാഷ്ട്രീയത്തിന് ഉപരിയായുള്ള പദവികളിൽ നോട്ടമിട്ട് തന്നെയാണ്. 2006-ൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നിർബന്ധിച്ചിട്ടാണ് UN സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് മത്സരിച്ചതെന്ന് തരൂർ വെളിപ്പെടുത്തിയിരുന്നു. പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. ശശി തരൂർ ഈ പാർട്ടി വിരുദ്ധ നിലപാട് തുടർന്നാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കേരളത്തിലെ തരൂർ വിരുദ്ധ ലോബി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യ, ജിതിൻ പ്രസാദ് തുടങ്ങിയവരെ പോലെ ബി.ജെ.പി. ക്യാമ്പിലേക്ക് പോകാൻ ഇടയുണ്ടെന്നും അതിനു മുൻപ് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമാണ് ഈ വിഭാഗം വാദിക്കുന്നത്.